അങ്ങനെ തിരക്കൂട്ടില്ലടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുടിക്ക്. ആ, ഈ റൂട്ടിൽ എത്ര വർഷമായിട്ടാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്? ഏകദേശം ഒരു 6 വർഷത്തോളായിട്ടുണ്ടാവും. എന്താ ചോദിച്ചേ? എല്ലാവരും കാരണമുണ്ട്. എല്ലാത്തിനും നിനക്കൊരു ഉത്തരവുണ്ടല്ലോ. ശരി, ഇതാ അവിടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം കാണുന്നില്ലേ? അവിടെ മെല്ലെ വണ്ടി ഒന്ന് സ്ലോ ആയിക്കോ. ഓ അത് ശരി, അപ്പൊ അതായിരുന്നു ആവശ്യല്ലേ? ചേട്ടനല്ലേ കാരണം ചോദിച്ചേ? എല്ലാം ഈ കാരണം തന്നെ. ഇതിനു വേണ്ടിയാണ് ഹൈവേയില് ലോറിയിൽ വരുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇതാ കണ്ടില്ലേ, മുഖത്തേക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് റൈറ്റ് പറയുന്നത് കണ്ടില്ലേ? 2 പേരിൽ കാണിച്ച് 200 രൂപ എന്നാ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. ചേട്ടൻ വണ്ടി നിർത്ത്. ഓ ഇവന്റെ ഒക്കെ ഒരു കാര്യം. അത് ശരി, ചേട്ടൻ വരുന്നില്ലേ? അനിയാ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ? ഞാൻ സ്ഥിരം വണ്ടി നിർത്തുന്ന സ്ഥലമല്ലേ ഇത്. നമുക്ക് ഈ ആദ്യത്തൊന്നും ശരിയാവില്ല. ആ 3ാമത് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ സ്ഥിരം പാർട്ടി. അത് ഭയങ്കര ഡിമ്മാണല്ലോ. മൊത്തത്തിൽ കൊള്ളാം. ഒന്നും കൂടെ ഒന്ന് നോക്കാം. പോയാലോ? ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഒരു പെണ്ണിനെ നന്നായിട്ട് അനുഭവിച്ചാണ് അറിയേണ്ടത്, അല്ലാതെ അന്വേഷണം നടത്താൻ പാടില്ല. തത്വം പറച്ചിലൊന്നും ഒരു കുറവുമില്ല. ഒന്ന് പോന്നേ, കുറെ പ്രാവശ്യം ഈ അഴക് കണ്ടതല്ലേ, പിന്നെന്താ ഇപ്പോ? ഇതൊക്കെ എത്ര കണ്ടാലങ്ങ് മതിയാവോ? അല്ല, തന്റെ പേരെന്തെന്നാ പറഞ്ഞ? പുലി. പുളിയെന്നോ? കുരുകളഞ്ഞ പുളിയാണോ അല്ലെങ്കിൽ കുരുള്ള പുളിയാണോ? തമാശ. പുലിപ്പാണ്ടി. പുലിപ്പാണ്ടി. എങ്ങനെയാ പുലി പായുന്നേന്ന് നമുക്ക് നോക്കാം. ഏയ്, എന്താ വന്നുടനെ കിടക്കണ്? ഇതിനൊക്കെ ഒരു മൂഡ് വരണ്ടേ? പിന്നെ താൻ തരുന്ന ഈ 200 രൂപയ്ക്ക് ഞാനിനി തന്നെ മൂടും ചൂടും ആക്കാം. തനിക്ക് മൂടാവണമെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യനെ വിളിച്ചിട്ട് വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലോ പോയി റൂം എടുത്തിട്ട് മൂടാക്കാൻ നോക്ക്. സമയമായി, എനിക്ക് വേറെ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഇത്രയും തിരക്ക് പിടിക്കണം, പെട്ടെന്ന് പറഞ്ഞയക്കോ. നിക്കടോ. ഏയ്, നീയല്ലേ ചോദിച്ചേ പുലി എങ്ങനെയാ പായണേന്ന്? അതുകൊണ്ട് ചക്കക്കൂട്ടാൻ കണ്ട ഗ്രഹണ പിള്ളേരെ പോലെയാണോ? എന്നാ ഇത് വെച്ചോ, ഒരു സേഫ്റ്റിക്ക്.